നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായ ആര്യടൻ ഷൌക്കത്ത് അനുഗ്രഹം തേടി പാണക്കാട്ടെത്തി. ഇന്ന് ഉച്ചയോടെയാണ് ഷൌക്കത്ത് പാണക്കാട്ടെത്തി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ എന്നിവരെ സന്ദർശിച്ചത്. എല്ലാ കാലത്തും UDFന് നേതൃത്വം നൽകുന്ന കുടുംബമാണ് പാണക്കാട് കുടുംബമെന്നും അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുന്നത് ഇവിടുത്തെ അനുഗ്രഹം തേടിയാവണമെന്ന് നിർബന്ധമുണ്ടെന്നും ആര്യടൻ ഷൌക്കത്ത് പറഞ്ഞു. നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്ന ആത്മവിശ്വാസം പാണക്കാട്ടെത്തുമ്പോൾ ഉണ്ടാകുമെന്നും ഷൌക്കത്ത് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്നത് പാണക്കാട്ട് നിന്ന് അനുഗ്രഹം തേടിയാവണം എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് അനുഗ്രഹം തേടി പാണക്കാട് എത്തിയത്. സാദിഖ് അലി തങ്ങൾ ഇന്നലെ ഹജ്ജിന് പുറപ്പെട്ടു. അതിനു മുൻപ് തങ്ങളുമായി സംസാരിച്ചിരുന്നു. ഇവിടെ അബ്ബാസ് അലി തങ്ങളും അതുപോലെ തന്നെ മുനവ്വർ അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി സാഹിബും സലാം സാഹിബും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു നല്ല പടയൊരുക്കത്തിന് പുറപ്പെടുമ്പോൾ ഇവരുടെയൊക്കെ അനുഗ്രാശിസുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് വലിയ ശക്തിയാണ്, വലിയ കരുത്താണ്. മലപ്പുറത്ത് UDFന്റെ ഒരു വലിയ വിജയം, പ്രത്യേകിച്ചും 2026 പൊതു തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു സെമി ഫൈനൽ എന്ന രൂപത്തിൽ കാണുന്ന ഈ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ ഈ പാണക്കാട്ട് നിന്ന് ലഭിക്കുന്ന ഊർജം, ഈ ഇതാണ് ഏറ്റവും വലിയ കരുത്തായി നമ്മൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് അനുഗ്രഹം തേടി ഇവിടെ പാണക്കാട് എത്തി. UDF ഒറ്റക്കെട്ടായി ഈ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും ഇടതുപക്ഷ സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെയുള്ള സന്ദേശമാവും ആര്യടൻ ഷൌക്കത്തിന്റെ വിജയമെന്നും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. നിലമ്പൂർ നിയോജകമണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി നമുക്കേർക്കും പ്രിയങ്കരനായ ആര്യടൻ ഷൌക്കത്ത് മത്സരിക്കുകയാണ്. UDF ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ഇടതുപക്ഷ ദുർഭരണത്തിലുള്ള ഒരു വലിയ ഒമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഒരു വിജയമാകും. എല്ലാവരും ഒറ്റക്കെട്ടായി ഇന്നു മുതൽ അതിനുള്ള പ്രവർത്തനത്തിൽ വളരെ സജീവമായി രംഗത്തിറങ്ങുകയാണ്. പരിചയസമ്പത്തുള്ള പൊതുപ്രവർത്തകനാണ് ആര്യടൻ ഷൌക്കത്തെന്നും അദ്ദേഹത്തിന്റെ പിതാവ് ആര്യടൻ മുഹമ്മദിന്റെ വഴിയിൽ അതേ പാത പിന്തുടർന്ന് പ്രവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയുള്ളതുകൊണ്ടാണ് കോൺഗ്രസ് ഈ ദൌത്യം ഏൽപ്പിച്ചതെന്നും സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളും പ്രതികരിച്ചു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.